Hi everyone, welcome back to Learning Planet. ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ജാപ്പാനീസ് പഴഞ്ചൊല്ല് ഇപ്രകാരമാണ് പറയുന്നത്: fall 7 times, stand up 8. 7 തവണ നിങ്ങൾ വീണാലും 8ാമത്തെ തവണ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. So this proverb tells us the importance of perseverance and strong determination to face the adversities or challenges in our life. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു സന്ദേശമാണ് ഈ പഴഞ്ചൊല്ലിലൂടെ വരുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇവിടം തന്നെ ആദ്യം മുതൽ തന്നെ ഒന്ന് തുടങ്ങാം. ഷീ കുക്സ് വെൽ, അവൾ നന്നായി പാകം ചെയ്യാറുണ്ട്. അവൾ നന്നായി പാകം ചെയ്യാറില്ല എന്ന് പറയണമെങ്കിൽ ഷീ ഡസൻറ്റ് കുക്ക് വെൽ. ദെൻ ഡസ് ഷീ കുക്ക് വെൽ, അവൾ നന്നായി പാകം ചെയ്യാറുണ്ടോ? എന്നാൽ അവൾ നന്നായി പാകം ചെയ്യാറില്ലേ, നെഗറ്റീവ് ഇൻറ്ററോഗേറ്റീവ്, ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾക്ക് ചോദിക്കണമെങ്കിൽ ഡസൻറ്റ് എന്ന് ആദ്യം ചെയ്യാം. ഡസൻറ്റ് ഷീ കുക്ക് വെൽ, അവൾ നന്നായി പാകം ചെയ്യാറില്ലേ. ഇനി അവൾ എങ്ങനെയാണ് പാകം ചെയ്യുന്നത്, എങ്ങനെയാണ് പാകം ചെയ്യുന്നത്? ഹൗ, ആ വാക്ക് ചേർക്കുന്നു. ഒരാൾ ചെയ്യുന്നത് കൊണ്ട് ഡസ് ചേർത്തു. ഹൗ ഡസ് ഷീ കുക്ക്? ഷീ കുക്സ് വെൽ. ഷീ കുക്സ് വെൽ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇതെല്ലാം പതിവ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എവിടേക്കാണ് ഷാജി പോകുന്നത്? അപ്പം നമ്മൾ ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് ചെയ്യും? വേർ എന്ന് ചേർക്കും. ഒരാളാണുള്ളതെങ്കിൽ വേർ ഡസ് ഷാജി ഗോ, വേർ ഡസ് ഷാജി ഗോ? ഉത്തരം ഇതാ ഇവിടെ വരും. ഷാജി ഗോസ്. ഡസ് വന്നതുകൊണ്ടാണ് ഇവിടെ എസ് വരുന്നത് അല്ലേ? ഷാജി ഗോസ് ടു മാർക്കറ്റ്, ഷാജി ഗോസ് ടു ഹോസ്പിറ്റൽ, ഷാജി ഗോസ് ടു ഹിസ് വർക്ക് പ്ലേസ്. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇനി സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അതും ഇത്രയും രീതിയിൽ നമുക്ക് ചോദ്യങ്ങളായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഷീ കുക്ക്ഡ് വെൽ, അവൾ നന്നായി പാകം ചെയ്തിരുന്നു. കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ ഈ വെർബിൻ്റെ ഒന്നാമത്തെ രൂപത്തിന് പകരം രണ്ടാമത്തെ രൂപം ചേർത്തു, പാസ്റ്റ് ഫോം ഉപയോഗിച്ചിരിക്കുന്നു. ഷീ കുക്ക്ഡ് വെൽ, അവൾ നന്നായി പാകം ചെയ്തിരുന്നില്ല. ഷീ ഡിഡിൻറ്റ് കുക്ക് വെൽ. ഷീ ഡിഡിൻറ്റ് കുക്ക് വെൽ. അടുത്തത്, അവൾ നന്നായി പാകം ചെയ്തിരുന്നോ? അവൾ നന്നായി പാകം ചെയ്തിരുന്നോ? അപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ ഡസ് ചേർക്കുന്നതിന് പകരം കഴിഞ്ഞ കാലങ്ങൾ പറയുമ്പം, പാസ്റ്റിൽ പറയുമ്പം, സംഭവിച്ച കാര്യം പറയുമ്പോൾ ഡിഡ് ചേർത്തിട്ട് പറയും. ഡിഡ് ഷീ കുക്ക് വെൽ? ഡിഡ് ഷീ കുക്ക് വെൽ, അവൾ നന്നായി പാകം ചെയ്തിരുന്നോ? ഓക്കെ, ഡിഡിൻറ്റ് ഷീ കുക്ക് വെൽ, അവൾ നന്നായി പാകം ചെയ്തിരുന്നില്ലേ? പാകം ചെയ്തിരുന്നില്ലേ? ഇവിടെ ചെയ്തിരുന്നോ? അപ്പം ഡിഡിൻറ്റ് വരുമ്പോൾ ഇല്ലേ എന്നർത്ഥം വരും. ചെയ്തിരുന്നില്ലേ? ഡിഡിൻറ്റ് ഷീ കുക്ക് വെൽ, അവൾ നന്നായി പാകം ചെയ്തിരുന്നില്ലേ? ഇനി ഹൗ ഡിഡ് ഷീ കുക്ക്, അവൾ എങ്ങനെയാണ് പാകം ചെയ്തത്? അവൾ നന്നായി പാകം ചെയ്തു, അല്ലെങ്കിൽ ചെയ്യുന്ന രീതിയൊക്കെ പറയാം. പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രസൻറ്റും പാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പാസ്റ്റിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഡിഡ് ചേർത്തിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ സം അതർ എക്സാമ്പിൾസ്. ദേ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM. അവർ 9 മണിക്ക് കട തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കാറുണ്ട്, ഇങ്ങനെയാണ് പറയുക. അപ്പം നോക്കൂ, ഇവിടെ ഓപ്പൺ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരാളാണ് തുറക്കുന്നതെങ്കിൽ ഓപ്പൺസ് എന്ന് വരും. ഇത്ര മാത്രമേ ഉള്ളൂ ഗ്രാമർ. അപ്പോൾ പതിവായി നടക്കുന്നതിൽ വെർബിൻ്റെ കൂടെ എസ് ചേർക്കുന്നു. ഒന്നിലധികം പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു രൂപം തന്നെ, വെർബിൻ്റെ ആ പ്രസൻറ്റ് ഫോം തന്നെ ചേർക്കുന്നു. ദേ ഓപ്പൺ ദി ഷോപ്പ് അറ്റ് 9 AM. അവർ 9 മണിക്ക് ഷോപ്പ് തുറക്കാറില്ല എന്ന് പറയണം. ദേ ഡോണ്ട്, അപ്പോൾ ഒരാൾ ചെയ്യാറില്ല, ഡസൻറ്റ്. ഒന്നിലധികം പേർ ചെയ്യാറില്ല, ഡോണ്ട്. ആ കാര്യം മാത്രം മനസ്സിൽ വെക്കുക. അവൻ പഠിക്കാറില്ല, ഹി ഡസൻറ്റ് സ്റ്റഡി. ഇവിടെ നോക്ക്, അവർ തുറക്കാറില്ല കട 9 മണിക്ക്. ദേ ഡോണ്ട് ഓപ്പൺ ദി ഷോപ്പ് അറ്റ് 9 AM. ദേ ഡോണ്ട് ഓപ്പൺ ദി ഷോപ്പ് അറ്റ് 9 AM. അപ്പം നമ്മൾ ചിലപ്പോൾ സുഹൃത്ത് പറയുകയാണ്, ഐ വോണ്ട് ടു ബൈ സം ഗ്രോസറി ഐറ്റംസ്. ഐ വോണ്ട് ടു ബൈ സം ഗ്രോസറി ഐറ്റംസ് ഫ്രം ദ നിയർ ബൈ ഷോപ്പ്. ഓ, യു നീഡിൻറ്റ് ഗോ ദെയർ. You needn't go there. They don't open the shop at this time. It's 9 o'clock. They don't open the shop at 9 AM. അപ്പോൾ അങ്ങനെ നമുക്ക് പറയേണ്ടി വരും, അവർ തുറക്കാറില്ല. ഇനി അവർ 9 മണിക്ക് ഷോപ്പ് തുറക്കാറുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ നോക്ക്, അവർ എന്നതിൻ്റെ മുമ്പ് ഡു ചേർത്തു.
ഇവിടെ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഡസ് ചേർക്കുമായിരുന്നു. ഡു ദേ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM? ഡു ദേ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM? ആണെങ്കിൽ എന്ത് പറയും നമ്മൾ? യെസ് അല്ലെങ്കിലോ നോ എന്ന് പറയും. എഴുതുന്ന ആൾക്കാർ യെസ് ദേ ഡു, നോ എന്നാണെങ്കിൽ ദേ ഡോണ്ട് എന്നൊക്കെ എഴുതും. നമ്മൾ സംസാരിക്കുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, യെസ് യാ എന്ന് പറഞ്ഞാൽ മതി. ഇനി അവർ 9 മണിക്ക് ഷോപ്പ് തുറക്കാറില്ലേ എന്നാണ് ചോദിക്കേണ്ടത് വിചാരിക്കാം. ഡോണ്ട് ദേ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM? ഡോണ്ട് ദേ, അവർ തുറക്കാറില്ലേ, ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോണ്ട് ദേ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM? ഇതാണ് നമ്മൾ ഇപ്പോൾ പ്രസൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രസൻറ്റിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഒരു ചോദ്യമുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഇത് രണ്ടിൻ്റെയും കൂടെ ചെയ്യാം. ഇനി ഇതേ കാര്യം സംഭവിച്ചതായിട്ട് പറയുകയാണെങ്കിൽ അവർ 9 മണിക്ക് കട തുറന്നിരുന്നു അല്ലെങ്കിൽ തുറന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ തുറക്കാറുണ്ട്, തുറക്കുന്നു, ഇവിടെ തുറന്നു എന്ന് പറയണം. ദേ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM. ദേ ഓപ്പൺഡ്, ഓപ്പൺ എന്നുള്ളത് ഓപ്പൺഡ് എന്നായി. ഓപ്പൺഡ് ഷോപ്പ് അറ്റ് 9 AM. ഇനി അവർ 9 മണിക്ക് ഷോപ്പ് തുറന്നിരുന്നില്ല, ചെയ്തിരുന്നില്ല എന്ന് പറയുന്നത് നോക്ക്, ഡിഡിൻ്റ് എന്ന് ചേർത്താൽ മതി. അപ്പോൾ അവൻ ചെയ്തിരുന്നില്ല, ഹി ഡിഡിൻ്റ്. അവൾ ചെയ്തിരുന്നില്ല, ഷീ ഡിഡിൻ്റ്. അപ്പോൾ നോക്കാം, ദേ ഡിഡിൻ്റ് ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM. അവർ 9 മണിക്ക് ഷോപ്പ് തുറന്നിരുന്നില്ല. ഇവിടെ നിങ്ങൾ ഓപ്പൺഡ് എന്ന് എഴുതിയിരിക്കുന്നു, ഇവിടെ ഓപ്പൺ എന്ന് കണ്ടില്ലേ? അവിടെ ഡിഡ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ രൂപത്തിലേക്ക് തന്നെ മാറി. അപ്പോൾ അങ്ങനെ തന്നെ ഉള്ളൂ. കാൾഡ് എന്നുള്ളത് ഡിഡ് വന്നു കഴിഞ്ഞാൽ കാൾന്നാവും. അപ്പോൾ അവൻ വിളിച്ചില്ല, ഹി ഡിഡിൻ്റ് കോൾ. അവൻ എന്നെ വിളിച്ചില്ല, ഹി ഡിഡിൻ്റ് കോൾ മീ. ഹി ഡിഡിൻ്റ് കോൾ മീ. അപ്പോൾ അങ്ങനെയാണ് പറയുക. ഇനി അവർ 9 മണിക്ക് കട തുറന്നിരുന്നു എന്ന് ചോദിക്കണം വിചാരിക്കും. ഡിഡ് ദേ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM? ഡിഡ് ദേ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM? ഇനി നീ 9 മണിക്ക് കട തുറന്നിരുന്നു എന്നപ്പോൾ എങ്ങനെ ചോദിക്കും? ഡിഡ് യു ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM? നീ 9 മണിക്ക് കട തുറന്നിരുന്നോ? നീ 9 മണിക്ക് കടയിലേക്ക് പോയിരുന്നു എന്നപ്പോൾ എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഗോ ടു ദ ഷോപ്പ് അറ്റ് 9 AM? ഡിഡ് യു ഗോ ടു ദ ഷോപ്പ് അറ്റ് 9 AM? ഇനി അവർ 9 മണിക്ക് ഷോപ്പ് തുറന്നിരുന്നില്ലേ? തുറന്നിരുന്നോ, തുറന്നിരുന്നില്ലേ? തുറന്നിരുന്നില്ലേ എന്ന് ചോദിക്കാൻ ഡിഡിൻ്റെ ചേർത്താൽ മതി. ഡിഡിൻ്റ് ദേ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM? തുറന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ് എന്ന് പറയും. ഇല്ലെങ്കിലോ നോ എന്നും പറയും. ഓക്കെ, നമുക്ക് ഈ 2 സമയങ്ങളിൽ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുന്നു നോക്കാം. അപ്പോൾ ഇവിടെ വെൻ ഡു ദേ ഓപ്പൺ ദ ഷോപ്പ്? എപ്പോഴാണ് അവർ ഷോപ്പ് തുറക്കാറ്? അപ്പോൾ നമ്മളതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ കണ്ടു. ദേ ഓപ്പൺ ദ ഷോപ്പ് അറ്റ് 9 AM. അവർ 9 മണിക്കാണ് ഷോപ്പ് തുറക്കാറ്. ഇനി വെൻ ഡിഡ് ദേ ഓപ്പൺ ദ ഷോപ്പ്? ഷോപ്പ് ഇപ്പോൾ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എപ്പോഴാണ് ഷോപ്പ് തുറന്നത്? വെൻ ഡിഡ് ദേ ഓപ്പൺ ദ ഷോപ്പ്? നീ എപ്പോഴാണ് ഷോപ്പ് തുറന്നത്? വെൻ ഡിഡ് യു ഓപ്പൺ ദ ഷോപ്പ്? സോ വെൻ ഡിഡ് യു ഓപ്പൺ ദ ഷോപ്പ്? വെൻ ഡിഡ് യു ഓപ്പൺ ദ ഷോപ്പ്? അപ്പോൾ ഈ 2 കാലങ്ങളിലും പതിവായും സംഭവിച്ചതിലും നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ഇനി ചോദിക്കാം. ഒരാൾ പതിവായി ഒരു കാര്യത്തെക്കുറിച്ച്, ഒരാളുടെ ഒരു പതിവിനെക്കുറിച്ച് ചോദിക്കുക. അപ്പോൾ ഡെസ് വെച്ചിട്ടാണ് ചോദിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അവൾ എവിടെയാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എവിടെ എന്ന വാക്കാതെ എഴുതും, വേർ. ഇനി അവളാണ് പഠിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഡെസ് ചേർക്കും. നോക്കാം. വേർ ഡസ് ഷീ സ്റ്റഡി? അവൾ എവിടെയാണ് പഠിക്കുന്നത്? അപ്പോൾ ഇതാണ് ചോദ്യം. അപ്പോൾ അവൾ പഠിക്കുന്നത് എവിടെയാണെന്നൊരു ചോദ്യം, വേർ ഡസ് ഷീ സ്റ്റഡി? അപ്പോൾ നമ്മൾ ആൻസർ ഇങ്ങനെ പറയും, ഷീ. ഇപ്പോൾ ഡസ് ഒന്നും പിന്നെ ചോദ്യത്തിൽ വരില്ല. പകരം സ്റ്റഡി എന്നത് സ്റ്റഡീസ് എന്നാക്കും. ഷീ സ്റ്റഡീസ്. ഷീ സ്റ്റഡീസ് അറ്റ് GHSS. നമുക്ക് ഒരു സ്കൂളിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി. കൊട്ടാരക്കര എന്നാണെന്ന് വിചാരിക്കുക. അവൾ പഠിക്കുന്നത് GHSS കൊട്ടാരക്കരയിലാണ്. അപ്പോൾ ഒരു ഹൈസ്കൂളിലാണ് അവൾ പഠിക്കുന്നത്. ഷീ സ്റ്റഡീസ് അറ്റ് GHSS കൊട്ടാരക്കര. ഇനി എവിടെയാണ് അവൾ പഠിച്ചതെന്ന് ചോദിക്കണം വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേർ ഡിഡ് ഷീ സ്റ്റഡി? വേർ ഡിഡ് ഷീ സ്റ്റഡി? വേർ ഡിഡ് ഷീ സ്റ്റഡി? വേർ ഡിഡ് ഷീ സ്റ്റഡി? എവിടെയാണ് അവൾ പഠിച്ചത്? അപ്പം നമ്മൾ ഉത്തരം എവിടെ വരും? ഷീ സ്റ്റഡീഡ്. ഷീ സ്റ്റഡീഡ് എന്ന് ഉത്തരം വരും. ഈ വേറും ഡിഡൊന്നും ചോദ്യത്തിൽ വരില്ല. പകരം ഷീ സ്റ്റഡീഡ് എന്ന് എഴുതുക.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുതാം. ഷീ സ്റ്റഡീഡ് അറ്റ് GHSS കൊട്ടാരക്കര. ഓക്കെ, ഇനി നമുക്ക് വേറെ 2-3 ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്കിനി ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. വിച്ച് ബുക്ക് ഡസ് ഷാനി റീഡ്? വിച്ച് ബുക്ക് ഡസ് ഷാനി റീഡ്? ഏത് പുസ്തകമാണ് ഷാനി വായിക്കുന്നത്? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. നമ്മൾ നോക്കുക, ആൻസർ വരുമ്പോഴത്തേക്ക് ഡസ് പോകുന്നു, ഈ ക്വസ്റ്റ്യൻ വേർഡും ഓക്സിലറിയും പോകുന്നു. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, റീഡ് എന്ന വേർബിൻ്റെ കൂടെ ഈ ഡസിൻ്റെ ഭാഗം ചേരുന്നു അല്ലേ? അപ്പോൾ എസ് ചേരുന്നു എന്നർത്ഥം. ഷീ റീഡ്സ് ദ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം, ആ പേര് റിപ്പീറ്റ് ചെയ്യാം. ഷാനി റീഡ്സ് ദ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ്. വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള റോബർട്ട് ടി കിയോസാക്കിയുടെ പുസ്തകമാണ്. ഇന്ന് നിങ്ങൾക്കൊക്കെ വായിക്കാം, വളരെ യൂസ്ഫുൾ ആയ പുസ്തകമാണ്. നോക്കാം, വിച്ച് ബുക്ക് ഡസ് ഷാനി റീഡ്? ഒന്നുകിൽ ഷീ എന്ന് ഷാനിക്ക് പകരം നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഷാനി എന്ന് തന്നെ പറയാം. ഷാനി റീഡ്സ് ദ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അപ്പോൾ ഇതാണ് ഒരു ചോദ്യം. ഇനി ഇത് പാസ്റ്റിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ചോദ്യം തന്നെ വരികയാണെങ്കിൽ വിച്ച് ബുക്ക് ഡസ് എന്നുള്ള സ്ഥാനത്ത് ഡിഡ് എന്ന് വരും. അപ്പോൾ ആൻസർ റീഡ്സ് എന്നുള്ളതിന് വരെ റെഡ് എന്ന്, സ്പെല്ലിംഗ് സെയിം ആയിരിക്കും. ഷാനി റെഡ് ദ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അപ്പോൾ ഏത് പുസ്തകമാണ് ഷാനി വായിച്ചിരുന്നത് അല്ലെങ്കിൽ വായിച്ചത് എന്നാകും. ഓക്കെ, ഇനി നമുക്ക് വേറെ ചോദ്യമാണ്. ചോദ്യങ്ങൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഒരേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നോക്കാം. വാട്ട് ഡിഡ് യു മേക്ക് ഫോർ ദം? വാട്ട് ഡിഡ് യു മേക്ക് ഫോർ ദം? അവർക്ക് വേണ്ടി നീ എന്താണ് ഉണ്ടാക്കിയത്? ഉണ്ടാക്കി കഴിഞ്ഞു. വാട്ട് ഡിഡ് യു മേക്ക് ഫോർ ദം? ഐ മേഡ് കോഫി ഫോർ ദം. മെയ്ക്ക് എന്നതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് ഡിഡ് പോകുന്നതോടെ വരുന്നത്. ഉത്തരങ്ങളിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ വേർഡും ഈ പറയുന്ന ഓക്സിലറി വെർബും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഉത്തരം തുടങ്ങുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ചോദ്യത്തിൽ നിങ്ങൾ യു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ചോദ്യത്തിൽ നോക്ക്, യു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉത്തരത്തിൽ ഐ എന്ന് വരും. റെഡിയല്ലേ? അപ്പോൾ ഐ മേഡ് കോഫി ഫോർ ദം. ഇനി ഇതേ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേറെയും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഏത് മൊബൈൽ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കാറെന്ന് ചോദിക്കാമല്ലോ. വിച്ച് മൊബൈൽ ഫോൺ? ഇനി നിങ്ങളാണെങ്കിലോ ഡു യു എന്ന് വരും. ഒരാളാണെങ്കിൽ ഡസ് ഹി, ഡസ് ഷീ, അങ്ങനെയൊക്കെ വരും. അപ്പം നീ ഏത് മൊബൈൽ ഫോണാണ് ഉപയോഗിക്കാറ്? വിച്ച് മൊബൈൽ ഫോൺ ഡു യു യൂസ്? ഐ യൂസ് സാംസങ്സ്. ഏതെങ്കിലും ഒരു സാംസങ് മൊബൈൽ ഫോൺ, ഓർ ഐ യൂസ് S23 ഓർ S24, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി കഴിഞ്ഞു പോയൊരു സംഭവം നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ഇനി ഇന്നലെ നീ എന്താണ് ചെയ്തത്? ഇന്നലെ നീ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കണം വിചാരിക്കുക. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? അപ്പം ഇന്നലെ നീ എന്ത് ചെയ്തു? അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ, ഐ പ്രിപ്പയർ ഫോർ എക്സാം. ഐ പ്രിപ്പയർ ഫോർ എക്സാം. ഞാൻ എക്സാമിന് തയ്യാറെടുത്തു അല്ലെങ്കിൽ ചെയ്തു. അല്ലെങ്കിൽ ഐ പ്രിപ്പയർ സം നോട്ട്സ് ഫോർ മൈ എക്സാം. ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ്. ഐ വിസിറ്റഡ്. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ്. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ സന്ദർശിച്ചു. നീ എവിടെയാണ് നിൻ്റെ ബൈക്ക് സൂക്ഷിച്ചത്, വെച്ചത്? ഇപ്പോൾ കീപ്പ് എന്ന അർത്ഥത്തിൽ, വേർ ഡിഡ് യു കീപ്പ് യുവർ ബൈക്ക്? വേർ ഡിഡ് യു കീപ്പ് യുവർ ബൈക്ക്? അപ്പോൾ ആൻസർ പറയുമ്പോൾ നോക്കൂ, വേർ ഡിഡ് യു കീപ്പ് എന്നതിന് രണ്ടാമത്തെ രൂപം ഓർത്ത് വെക്കണം. കെപ്റ്റ്. ഐ കെപ്റ്റ് മൈ ബൈക്ക് ഓൺ ദ ഗാരേജ്. ഐ കെപ്റ്റ് മൈ ബൈക്ക് ഓൺ ദി ഗാരേജ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് വേറെ ഒരു 2 ചോദ്യങ്ങളോട് എഴുതിയിട്ട് നമുക്ക് ഇന്നത്തെ സെഗ്മെൻറ്റ് അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്കിനി ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. വിച്ച് ബുക്ക് ഡസ് ഷാനി റീഡ്? വിച്ച് ബുക്ക് ഡസ് ഷാനി റീഡ്? ഏത് പുസ്തകമാണ് ഷാനി വായിക്കുന്നത്? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. നമ്മൾ നോക്കുക, ആൻസർ വരുമ്പോഴത്തേക്ക് ഡസ് പോകുന്നു, ഈ ക്വസ്റ്റ്യൻ വേർഡും ഓക്സിലറിയും പോകുന്നു. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, റീഡ് എന്ന വേർബിൻ്റെ കൂടെ ഈ ഡസിൻ്റെ ഭാഗം ചേരുന്നു അല്ലേ? അപ്പോൾ എസ് ചേരുന്നു എന്നർത്ഥം. ഷീ റീഡ്സ് ദ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം, ആ പേര് റിപ്പീറ്റ് ചെയ്യാം. ഷാനി റീഡ്സ് ദ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ്. വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള റോബർട്ട് T
ടി കിയോസാക്കിയുടെ പുസ്തകമാണ്. ഇത് നിങ്ങൾക്കൊക്കെ വായിക്കാം, വളരെ യൂസ്ഫുള്ളായ പുസ്തകമാണ്. നോക്കാം, വിച്ച് ബുക്ക് ഡസ് ഷാനി റീഡ്? ഒന്നുകിൽ ഷീ എന്ന ഷാനിക്ക് പകരം നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഷാനി എന്ന് തന്നെ പറയാം. ഷാനി റീഡ്സ് ദ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അപ്പോൾ ഇതാണ് ഒരു ചോദ്യം. ഇനി ഇത് പാസ്റ്റിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ചോദ്യം തന്നെ വരികയാണെങ്കിൽ വിച്ച് ബുക്ക് ഡസ് എന്നുള്ള സ്ഥാനത്ത് ഡിഡ് എന്ന് വരും. അപ്പോൾ ആൻസർ റീഡ്സ് എന്നുള്ളതിന് വരെ റെഡ് എന്ന്, സ്പെല്ലിംഗ് സെയിം ആയിരിക്കും. ഷാനി റെഡ് ദ ബുക്ക് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അപ്പോൾ ഏത് പുസ്തകമാണ് ഷാനി വായിച്ചിരുന്നത് അല്ലെങ്കിൽ വായിച്ചത് എന്നാവും. ഓക്കെ, ഇനി നമുക്ക് വേറെ ചോദ്യമാണ്. ചോദ്യങ്ങൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഒരേ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നോക്കാം. വാട്ട് ഡിഡ് യു മേക്ക് ഫോർ ദം? വാട്ട് ഡിഡ് യു മേക്ക് ഫോർ ദം? അവർക്ക് വേണ്ടി നീ എന്താണ് ഉണ്ടാക്കിയത്? ഉണ്ടാക്കി കഴിഞ്ഞു. വാട്ട് ഡിഡ് യു മേക്ക് ഫോർ ദം? ഐ മേഡ് കോഫി ഫോർ ദം. മെയ്ക്ക് എന്നതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് ഡിഡ് പോകുന്നതോടെ വരുന്നത്. ഉത്തരങ്ങളിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ വേർഡും ഈ പറയുന്ന ഓക്സിലറി വെർബും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഉത്തരം തുടങ്ങുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ചോദ്യത്തിൽ നിങ്ങൾ യു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ചോദ്യത്തിൽ നോക്ക്, യു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉത്തരത്തിൽ ഐ എന്ന് വരും. റെഡിയല്ലേ? അപ്പോൾ ഐ മേഡ് കോഫി ഫോർ ദം. ഇനി ഇതേ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേറെയും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഏത് മൊബൈൽ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കാറെന്ന് ചോദിക്കാമല്ലോ. വിച്ച് മൊബൈൽ ഫോൺ? ഇനി നിങ്ങളാണെങ്കിലോ ഡു യു എന്ന് വരും. ഒരാളാണെങ്കിൽ ഡസ് ഹി, ഡസ് ഷീ, അങ്ങനെയൊക്കെ വരും. അപ്പം നീ ഏത് മൊബൈൽ ഫോണാണ് ഉപയോഗിക്കാറ്? വിച്ച് മൊബൈൽ ഫോൺ ഡു യു യൂസ്? ഐ യൂസ് സാംസങ്സ്. ഏതെങ്കിലും ഒരു സാംസങ് മൊബൈൽ ഫോൺ, ഓർ ഐ യൂസ് S23 ഓർ S24, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി കഴിഞ്ഞു പോയൊരു സംഭവം നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ഇനി ഇന്നലെ നീ എന്താണ് ചെയ്തത്? ഇന്നലെ നീ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കണം വിചാരിക്കുക. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? അപ്പം ഇന്നലെ നീ എന്ത് ചെയ്തു? അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ, ഐ പ്രിപ്പയർഡ് ഫോർ എക്സാം. ഞാൻ എക്സാമിന് തയ്യാറെടുത്തു അല്ലെങ്കിൽ ചെയ്തു. അല്ലെങ്കിൽ ഐ പ്രിപ്പയർഡ് സം നോട്ട്സ് ഫോർ മൈ എക്സാം. ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ്. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ്. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ സന്ദർശിച്ചു. നീ എവിടെയാണ് നിൻ്റെ ബൈക്ക് സൂക്ഷിച്ചത്, വെച്ചത്? അപ്പോൾ കീപ്പ് എന്ന അർത്ഥത്തിൽ വേർ ഡിഡ് യു കീപ്പ് യുവർ ബൈക്ക്? ഐ കെപ്റ്റ് മൈ ബൈക്ക് ഇൻ ദ ഗാരേജ്. ഞാൻ ഗ്യാരേജിലാണ് ബൈക്ക് വെച്ചത്. ഇനി ഹൗ ലോങ് ഡിഡ് യു വർക്ക് യെസ്റ്റർഡേ? എത്ര നേരമാണ് നീ ഇന്നലെ ജോലി ചെയ്തത്? ഹൗ ലോങ് ഡിഡ് യു വർക്ക് യെസ്റ്റർഡേ? അപ്പോൾ ഉത്തരം നോക്കൂ. ഹൗ ലോങ് എന്ന ക്വസ്റ്റ്യൻ വേർഡും ഈ ഡിഡും ഉത്തരത്തിൽ നിന്ന് പോകുന്നു. പകരം വർക്ക് എന്നത് വർക്ക്ഡ് എന്നാവും, കഴിഞ്ഞു പോയ സംഭവമായതുകൊണ്ട്. ഐ വർക്ക് 5 to 6 hours യെസ്റ്റർഡേ. ഞാൻ 5 മുതൽ 6 മണിക്കൂർ വരെ ഇന്നലെ ജോലി ചെയ്തു. 5 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ, 5 to 6 hours, അല്ലെങ്കിൽ വെറുതെ 5 hours 6 hours, ഇങ്ങനെയൊക്കെ നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടൊരു നമ്പറും പറയാം. ഇനി ഹൗ ഡിഡ് യു ഗോ ടു ചെന്നൈ? നീ എങ്ങനെയാണ് ചെന്നൈയിൽ പോയിരുന്നത്? അപ്പോൾ ഗോ എന്ന വേർബിൻ്റെ രണ്ടാമത്തെ രൂപത്തിലേക്ക് ഉത്തരം വരണം. ഐ വെൻറ്റ് ടു ചെന്നൈ. ഹൗ ഡിഡ് യു ഗോ എന്ന് നിങ്ങളോടൊരു ചോദ്യം വന്നാൽ ഐ വെൻറ്റ്, അങ്ങനെ തന്നെ ഉത്തരം പറയാൻ പാടുള്ളൂ. വെർ ഡിഡ് യു ഗോ? ഐ വെൻറ്റ്. ഹൗ ഡിഡ് യു ഗോ? ഐ വെൻറ്റ്. അങ്ങനെ പറയാം. പിന്നെ ബാക്കി കാരണങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, ഹൗ ഡിഡ് യു ഗോ ടു ചെന്നൈ? ഐ വെൻറ്റ് ടു ചെന്നൈ ബൈ ട്രെയിൻ, ബൈ പ്ലെയിൻ, ബൈ ബസ്. ഇങ്ങനെ നമുക്ക് എന്ത് ഉത്തരം വേണമെങ്കിലും പറയാം, ബൈ ചേർത്തിട്ടാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ പതിവായി ചെന്നൈ പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയുക? എങ്ങനെയാണ് ചെന്നൈയിൽ പോകുന്നത്? അത് പറയും മാസത്തിൽ 2 തവണ ചെന്നൈയിൽ പോകാറുണ്ട്. ഐ ഗോ ടു ചെന്നൈ ട്വൈസ് ഇൻ എ മന്ത്. ഐ ഗോ ടു ചെന്നൈ 2 times in a month. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നു, ഹൗ ഡു യു ഗോ ടു ചെന്നൈ? അല്ലേ? അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബൈ ദ വേ ഹൗ ഡു യു ഗോ ടു ചെന്നൈ? ഐ ഗോ ടു ചെന്നൈ ബൈ കാർ.
ഞാൻ കാറിലാണ് ചെന്നൈയിൽ പോകുന്നത്. ഓരോരുത്തർ ഓരോ മാതിരിയെ പറയാം. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ എവിടെയാണ് നീ പോയത്, എവിടെയാണ് നീ ഇരുന്നത്, എവിടെയാണ് നീ എൻ്റെ പേഴ്സ് വെച്ചത്. അപ്പോൾ വെക്കുക എന്നുള്ളതിനൊക്കെ പ്ലേസ് എന്നോ പുട്ടെന്നോ ഒക്കെ നമുക്ക് പറയാം. പ്ലേസ് വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പുട്ട്. സോ വേർ ഡിഡ് യു പുട്ട് മൈ പേഴ്സ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദിക്കുക. അപ്പം നിങ്ങൾ പരമാവധി ചോദ്യങ്ങൾ ഈ 2 ടെൻസിലും നിങ്ങൾ എന്ത് ചെയ്യുക. നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ക്ലാസ്സുകൾ കേൾക്കുന്നതിനൊപ്പം നോട്ട്ബുക്കിൽ ക്ലാസ്സുകൾ എഴുതിയെടുക്കണം. അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യണം, എക്സസൈസൊക്കെ ചെയ്യണം. സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി വരിക. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കറക്റ്റായിട്ട് കാണുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് സുഹൃത്തുക്കൾക്കെല്ലാം ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്കടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ പാഠഭാഗങ്ങളൊക്കെ സംശയങ്ങളുള്ളതൊക്കെ നോക്കി റെഡിയാക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.